ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് സ്ക്രൈബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് തംബ്നെയിലിൽ കണ്ട പോലത്തെ സ്പൈറോഗ്രാഫ് എങ്ങനെ വരക്കാം എന്നതാണ്. അതിനുമുമ്പ് ടോപ്പ് സ്ക്രൈബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ വിവിധതരം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഡിസൈൻ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസുമാണ് പരിചയപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ന്യൂ പേജ് എടുക്കുകയാണ്. 300 റെസൊല്യൂഷനിലും RGB കളറിലുള്ള ഒരു ഇമേജാണ് ഒരു പേജാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വരക്കാൻ ഒരു ന്യൂ ലെയർ ഇടാം. ഇനി നമുക്ക് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുക്കുക. അതേപോലെ തന്നെ മറ്റേ എലിപ്സ് മാർക്ക് ടൂൾ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഏത് ടൂൾ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ബോക്സ് വരക്കാണ്. അത് നമുക്ക് സെൻറ്ററിലേക്ക് മാറ്റാം. ഇനി അതിന് സ്ട്രോക്ക് കൊണ്ടുവരാം. റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് സ്ട്രോക്ക് എന്ന ഓപ്ഷനിൽ പോയിട്ടോ എഡിറ്റിൽ സ്ട്രോക്ക് പോയിട്ടോ 10 പിക്സലിൽ ഞാൻ ഒരു റെഡിൽ ഏത് വേണ്ടി കളർ എടുക്കാം. ഞാനിവിടെ റെഡിൽ ഒരു സ്ട്രോക്ക് കൊടുക്കണം. അതിന് ഇനി കൺട്രോള് ആൾട്ട് T എന്ന ഓപ്ഷന് നോക്കിയിട്ട് നമുക്കൊരു ട്രാൻസ്ഫോം വരും. അത് നോക്കുമ്പോൾ ഇനി അത് നമുക്ക് അതിൻ്റെ സെൻറ്ററിലുള്ള ആ പോയിന്റ് ഏത് ഭാഗത്തിലേക്കാണോ മാറ്റുന്നത് ആ ഭാഗത്തെ സെൻറ്റർ ആക്കി കണ്ടായിരിക്കും ഇമേജ് വരക്കുന്നത്. അതായത് ഈ സെൻറ്റർ ഉള്ള പോയിന്റിനെ ഇതാക്കി ഇങ്ങനെ തിരിച്ചാൽ ഇപ്പോൾ സെൻറ്റർ ആ പോയിന്റാണ്. ഇനി അത് ഈ മൂലയൊക്കെ ആക്കണേ ഞാൻ ഈ കോർണർക്ക് ആക്കിയിട്ടാണ് വരക്കുന്നത്. അപ്പോൾ അത് സെൻറ്റർ ആയിട്ടാണ് വരയുന്നത്. അങ്ങനെ ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് എൻ്റർ കൊടുക്കുക. ഞാനിവിടെ ഈ കോർണറിലാക്കിയിട്ടാണ് എൻ്റർ കൊടുക്കുന്നത്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് T എന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ലെയർ കൂടി വരുന്നതായിട്ട് കാണാം. നമുക്ക് എത്ര ലെയർ ആവശ്യമുണ്ടോ അത്ര ലെയർ നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് T എന്ന് കീ ഉപയോഗിച്ച് നമുക്ക് വരച്ചെടുക്കാം. നമ്മളിത് ഇനിയും വരക്കുക. ഇവിടെ നിർത്താതെ വരച്ചാൽ വേറെ ഷേപ്പിലേക്ക് മാറും. അങ്ങനെ വരക്കാം. ഞാനിവിടെ 2 കളറായിട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഓരോ ലെയർ നമുക്ക് ഇടവിട്ടുകാണ്ട് അത് ഹൈഡ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഓരോ ലെയർ ഇടവിട്ടുകാണ്ട് ഹൈഡ് ചെയ്യാണ്. ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വേണം ഹൈഡ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഈ ഏറ്റവും താഴത്തെ ലെയർ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ E എന്ന് അമർത്തിയാൽ മതി. ഷിഫ്റ്റ് കൺട്രോൾ E എന്ന് അമർത്തിയാൽ ഈ എല്ലാ ലെയറും ഒന്നാകുന്നത് കാണാൻ കഴിയും. മറ്റ് നമ്മൾ ഹൈഡ് ചെയ്തത് അല്ലാത്തതൊക്കെ ഒരു ലെയറിലേക്ക് മാറും. ഇനി ബാക്കിയുള്ളതൊക്കെ അൺഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ഒരു ലെയറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ആ ലെയറിന്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. മറ്റേതൊന്നും ഒരു ലെയർ ആക്കണമെന്നില്ല, ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അതിമേ ഡബിൾ ക്ലിക്ക് ഒക്കെ ചെയ്യാണ്ട് ലെയർ സ്റ്റൈലിൽ പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ കളർ ഓവർലേയിൽ പോയിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ കൊടുത്ത് ഓക്കെ കൊടുക്കുക. നമുക്കിങ്ങനെ ഇപ്പോൾ 2 കളറിലായിട്ട് അതാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ട് നോക്കാം. ഇങ്ങനെ നമുക്ക് 3 4 കളർ എത്ര കളർ വേണോ അതിലേക്ക് അങ്ങനെ നമുക്ക് ആക്കാവുന്നതാണ്. ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് ഇനി വേറൊരു രൂപം കൂടി വരക്കുന്നത് കാണിക്കുകയാണ്. നമുക്കിത് പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് അതേപോലെ വരക്കാം. അതേപോലെ തന്നെ മറ്റ് ഷേപ്പ് ടൂൾസ് യൂസ് ചെയ്തിട്ടൊക്കെ വരക്കാം. ഞാനിവിടെ ഒരു പോളിഗൺ ഷേപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് വരക്കുകയാണ്. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കളറ് ഒഴിവാക്കുക. കളറ് നില്ല് കൊടുക്കുക. അതേപോലെ തന്നെ സ്ട്രോക്ക് നമുക്ക് ഒരു 1.3 ഒരു നീല നിറത്തിൽ ഒരു 1.3 നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനി ഈ ലെയർ നമുക്ക് റേസ്റ്ററൈസ് ചെയ്യാം. അതിനായിട്ട് റൈറ്റ് ബട്ടൺ ആക്കിയിട്ട് റേസ്റ്ററൈസ് ലെയർ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ആൾട്ട് കൺട്രോൾ T എന്ന ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഒരു കോപ്പിയും കൂടി എടുക്കണം. അത് നോക്കിയിട്ട് ഷിഫ്റ്റ് ആൾട്ട് നോക്കിയിട്ട് വേണം ഒന്ന് ചെറുതാക്കി വെക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ചെറുതാക്കി വെക്കുക. അതേപോലെ തന്നെ അതൊന്ന് സൈഡിലേക്ക്
ചെരിച്ച് വെക്കാം. ദെൻ നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കോപ്പി എടുക്കാം. ഞാനിവിടെ ഒരു 45-50ഓളം കോപ്പി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു കോപ്പി എടുത്തിട്ട് ഇനി ആ കോപ്പികളൊക്കെ നമുക്ക് ഒരു ഒറ്റ ലെയറിലേക്ക് മാറ്റാം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ ലെയറിലേക്ക് മാറ്റുന്നത്. കൺട്രോൾ നക്കിയിട്ട് എല്ലാ ലെയറും സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ നക്കിയാൽ മതി. ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ആക്കിയിട്ട് അതിൻ്റെ ലെയർ സ്റ്റൈലിൽ പോയിട്ട് കളർ ഓവർലേ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് ഓവർലേയിൽ നമുക്ക് മാറ്റാം. ഗ്രേഡിയൻറ്റ് ഓവർലേയിൽ ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് റീഡയൽ എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ട് ഏകദേശം ഒന്ന് ഇതാക്കി നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ന്യൂ ലെയർ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു കളർ കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്പൈറോഗ്രാഫ് നമുക്ക് ഫോട്ടോഷോപ്പിൽ വരച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ഡിസൈനൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.